നരേന്ദ്രമോദിയുടെയും സംഘപരിവാറിന്റെയും കണ്ണിലെ കരടായി മാറിയിരിക്കുന്ന വെറും 29 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ ഹരിയാനക്കാരനായ ധ്രുവ് റാട്ടി. മോദി സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തെല്ലും ഭയപ്പെടാതെ തുറന്നുകാട്ടാൻ മടിക്കാത്തവൻ. ഇയാളുടെ ധീര നിലപാടുകളെ മോദി ഭയപ്പെടുന്നുണ്ട്. അത്രയും രൂക്ഷമായാണ് ധ്രുവ് സത്യങ്ങൾ വിളിച്ചു പറയുന്നത്. 18.7 മില്യൺ ആളുകളാണ് ധ്രുവിനെ യൂട്യൂബിൽ പിന്തുടരുന്നത്. ഒരൊറ്റ ദിവസത്തിനുള്ളിൽ 11 മില്യൺ ആളുകൾ വരെ ധ്രുവിന്റെ വീഡിയോ കാണുന്നു. ഏറ്റവും പുതുതായി സംഘപരിവാർ ഇന്ത്യയിൽ വിദ്വേഷ പ്രചരണത്തിന് ഉപയോഗിച്ച മാർഗങ്ങൾ, അതിന്റെ ആസൂത്രണം, അതിന്റെ പ്രചരണം എന്നിവയെ പ്രതിപാദിക്കുന്ന വീഡിയോ ധ്രുവ് പുറത്തിറക്കി. എങ്ങനെയാണ് ഇവ സംഘപരിവാർ നടത്തുന്നത്, എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നിവ കൃത്യമായി പറയുന്നുണ്ട്. വെറുതെ പറഞ്ഞു പോവുകയല്ല, ഇത്തരം നുണപ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ ഒരു വലിയ മാസ് നെറ്റ്വർക്ക് തന്നെ വാട്സാപ്പിലൂടെ ധ്രുവ് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ ഭരണകൂട സ്തുതികളാൽ മനുഷ്യർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത രൂപത്തിലായപ്പോൾ സാധാരണ ജനതയുടെ ശബ്ദമായി മുഴങ്ങി നിൽക്കുകയാണ് ധ്രുവ് റാട്ടി. അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ഇന്ത്യയിലെ ഏകാധിപത്യ ഭരണമോ എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയ വീഡിയോയിലൂടെയാണ് ധ്രുവ് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞത്. BJPയെ അതിശക്തമായി വിമർശിക്കുന്ന ഈ വീഡിയോ ഇതിനകം 2.25 കോടിയിലേറെ ആളുകളാണ് കണ്ടത്. പിന്നാലെ തെരഞ്ഞെടുപ്പ് ബോണ്ടിനെ കുറിച്ച് പുറത്തിറക്കിയ വീഡിയോയും വലിയ തോതിൽ സ്വീകാര്യത നേടി. ഇത്തരത്തിൽ സൈബർ ലോകത്ത് കൂടുതൽ ജനകീയമായതോടെയാണ് 5 ഭാഷകളിൽ കൂടി യൂട്യൂബ് ചാനലുകൾ ആരംഭിക്കാൻ ധ്രുവ് തീരുമാനിച്ചത്. ഏകാധിപത്യത്തെക്കുറിച്ച് ചെയ്ത വീഡിയോ, അതാത് ഭാഷകളിലേക്ക് മൊഴിമാറ്റിയ വീഡിയോ മാത്രമാണ് നിലവിൽ ഈ ചാനലുകളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഔദ്യോഗികമായി ചാനൽ ആരംഭിച്ചിട്ടില്ല. അതേസമയം ചില യൂട്യൂബ് ചാനലുകൾ സ്വതന്ത്രമായി ധ്രുവിന്റെ വീഡിയോകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തെക്കുറിച്ച് വ്യാജമായ വിവരങ്ങൾ വസ്തുതകളായി പ്രചരിപ്പിച്ച ദ കേരള സ്റ്റോറി എന്ന പ്രൊപ്പഗാൻഡ സിനിമയിലെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായി വെളിച്ചത്ത് കൊണ്ടുവന്ന വീഡിയോയിലൂടെയാണ് മലയാളികൾക്ക് ധ്രുവ് റാട്ടിയെ കൂടുതൽ പരിചയം. കേരള സ്റ്റോറിക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്ന തലക്കെട്ടിൽ ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ യൂട്യൂബിൽ 2 കോടിയിലേറെ പേർ കണ്ടു. രാഷ്ട്രീയത്തെക്കുറിച്ചും രാജ്യത്തിന്റെ വരാനിരിക്കുന്ന ഗതിയെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും ബോധ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ധ്രുവ് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന്റെ ഏകാധിപത്യ ശക്തികൾക്കെതിരെയുള്ള ഉറച്ച ശബ്ദമാണ്.